أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. സൂറ അൽ ബഖറയിലെ 9-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ചിലരും മനുഷ്യരിലുണ്ട്, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെയല്ല. സയ്യിദുനാ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഈ ആയത്തിൽ മുനാഫിക്കീങ്ങളെ, കപടവിശ്വാസികളെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. 2 തരത്തിലുള്ള മുനാഫിക്കീങ്ങളാണുള്ളത്. ഒരു വിഭാഗം ബാഹ്യമായ രീതിയിൽ മുസ്ലിങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. പക്ഷെ അവർ ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്നവരും ഭൗതിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം മുസ്ലിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നവരായിരിക്കും. മറ്റൊരു വിഭാഗം ബുദ്ധിപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. എന്നാൽ അവരുടെ ഈമാനിക അവസ്ഥ ത്യാഗങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ സുദൃഢമായിരിക്കുകയില്ല. അത്തരം ആളുകൾ അവരുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന ബലഹീനതകൾ കാരണത്താൽ അവിശ്വാസികൾക്കൊപ്പം ചേരുകയും അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്യും. അവർ മനസ്സിൽ ചിന്തിക്കുന്നത് സത്യത്തെ അള്ളാഹു തീർച്ചയായും വിജയിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെയിരിക്കെ ഞങ്ങൾ എന്തിന് പ്രയാസത്തിൽ അകപ്പെടണം എന്നുള്ളതാണ്. ഈ ആയത്തിൽ മുനാഫിക്കങ്ങളുടെ ആദ്യത്തെ വിഭാഗത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അതായത് ബാഹ്യമായി മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ഈ ആയത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും അന്ത്യനാളിലുള്ള വിശ്വാസത്തെക്കുറിച്ചും മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിൻ്റെ വെളിപാടുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ചോ പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. അതിനുള്ള കാരണത്തെക്കുറിച്ച് സൂർ വിശദീകരിക്കുന്നത്, വിശ്വാസ കാര്യങ്ങളിൽ ആദ്യ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസവും അവസാനം അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ്. തുടക്കത്തിലുള്ള കാര്യവും അവസാനത്തിലുള്ള കാര്യവും മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ മുഴുവൻ വിഷയങ്ങളെയുമാണ് അള്ളാഹു പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതെല്ലാ ഭാഷാ പ്രയോഗങ്ങളിലുമുള്ള ഒരു രീതിയാണ്. വിശുദ്ധ ഖുർആനിലും അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഹുസൂർ പറയുന്നു, ഖുർആൻ എല്ലാ അറിവുകളുടെയും കേന്ദ്രമാണ്. അതിൽ ആത്മീയവും ഭൗതികവും തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കാണാൻ സാധിക്കുന്നതാണ്. ഇത്രമാത്രം വിഷയങ്ങൾ ഇത്ര ചെറിയ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങളുടെ ആവശ്യമുണ്ട്. പഴയ നിയമം വിശുദ്ധ ഖുർആനേക്കാൾ വലിയ ഗ്രന്ഥമാണ്. പക്ഷേ അതിൽ 1-2 വിഷയങ്ങളെ കൂടാതെ മറ്റെന്ത് വിഷയമാണുള്ളത്? അതുപോലെ തന്നെ പുതിയ നിയമമാണെങ്കിലും വേദങ്ങളാണെങ്കിലും എല്ലാം ബാഹ്യരൂപത്തിൽ വിശുദ്ധ ഖുർആനേക്കാൾ വലുതാണ്. എന്നിട്ടും ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. വമാഹും ബി മുഅ്മിനീൻ, അവരിൽ ഒരല്പം പോലും ഈമാനില്ല. ഈ ആയത്തിൽ മാ എന്ന അക്ഷരവും ബാ എന്ന അക്ഷരവും പറയപ്പെട്ട കാര്യത്തെ കൂടുതൽ ഊന്നൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, കാലു ആമന്ന ബി അഫ്വാഹിം വലം തുഅ്മിൻ ഖുലൂബുഹും, അവർ നാവുകൊണ്ട് തങ്ങൾ വിശ്വാസികളാണെന്ന് പറയുന്നു, ഹൃദയത്തിൽ വിശ്വാസമുണ്ടായിരിക്കുകയില്ല. ഈ ആശയം വരുന്ന നിരവധി ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഹുസൂർ പറയുന്നു, നിർബന്ധപൂർവം ആളുകളെ ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന ആളുകൾക്കുള്ള മറുപടി ഈ ആയത്തുകളിലുണ്ട്. നിർബന്ധപൂർവം ആളുകളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് ഇന്നും ഇസ്ലാമിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. എന്നാൽ ഈ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ആ ആരോപണങ്ങളെല്ലാം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ നിർബന്ധപൂർവം ആളുകളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കപടവിശ്വാസികളെ സൃഷ്ടിക്കലാണ്. കാരണം അവർ ഹൃദയം കൊണ്ട് ഇസ്ലാമിനെ അംഗീകരിക്കുന്നവരായിരിക്കുകയില്ല. ഇത്തരത്തിൽ നിർബന്ധപൂർവം മതപരിവർത്തനം നടത്തുന്ന മതങ്ങളിൽ കപടവിശ്വാസികളുടെ വലിയൊരു കൂട്ടം ഉണ്ടായിരിക്കുന്നതാണ്. അവരൊരിക്കലും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല. കപടവിശ്വാസത്തിൻ്റെ ന്യൂനതകളെ മനസ്സിലാക്കുന്ന ഒരു മതം എങ്ങനെയാണ് കപടവിശ്വാസികളെ മതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക? വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത്തരത്തിലുള്ള കപടവിശ്വാസികളെ എതിർക്കുകയും അവർ വിശ്വാസികളല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കപടവിശ്വാസത്തിന് തങ്ങളുടെ മതത്തിൽ സ്ഥാനം നൽകാത്തവർക്ക്, അതുപോലെ തന്നെ പരിപൂർണമായ ഹൃദയതൃപ്തിക്ക് ശേഷം ആശയങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്ന മതത്തിന് എങ്ങനെയാണ് ആയുധബലം കൊണ്ട് മറ്റൊരാളെ തങ്ങളുടെ മതത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുക? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു,
സൂറ ഹുജ്റാത്തിലെ 16-ാമത്തെ വചനത്തിൽ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മലം യർതാബു വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ ധനം കൊണ്ടും ജീവൻ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർ തന്നെയാണ് സത്യസന്ധർ. ഹുസൂർ പറയുന്നു, ഇസ്ലാമിൻ്റെ വീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിശ്വാസിയാകുന്നതിന് ഹൃദയാത്മന അടിയുറച്ച് വിശ്വസിക്കേണ്ടത് നിർബന്ധമാണ്. ഏതൊരു മതമാണോ ഇത്തരത്തിൽ ഹൃദയാത്മന അടിയുറച്ച് വിശ്വസിക്കേണ്ടത് നിർബന്ധമാക്കുന്നത്, ആ മതത്തിൽ നിർബന്ധ പരിവർത്തനത്തിന് ഒരിക്കലും അനുവാദം ഉണ്ടായിരിക്കുകയില്ല. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.